എല്ലാവർക്കും PSC ബുക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് തൊട്ട് വലിയ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് തന്നെയെന്ന് പറയുന്നത് SCERT സയൻസിൽ സോഷ്യൽ സയൻസിൽ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പാർട്ട് 1, അതായത് ഭാഗം 1 അടിസ്ഥാന ശാസ്ത്രം ഭാഗം ഒന്നാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ചെറിയ ഇത് മുതൽ വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകാം. അതാകുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ലേ ഒരു ജീവി എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളത് സ്കിപ്പ് ചെയ്യും. കാരണം ഇതെല്ലാം നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ളതല്ല. കുറച്ച് നമ്മൾ ചെറിയ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പോൾ നദീതീരത്തോ കുളക്കരയിലുള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്തായിരിക്കും? അവർക്ക് ആഹാരം പെട്ടെന്ന് ലഭ്യമാവുന്ന ഒരു സ്ഥലത്തായിരിക്കും അവ താമസിക്കുന്നത്. അടുത്ത് വാസസ്ഥലവും ആഹാരവും എന്ന് പറയുന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് നോക്കൂ അല്ലേ. തവളയുണ്ട്, പുൽച്ചാടിയുണ്ട്, ഞണ്ടുണ്ട്, ആമയുണ്ട്, മീനുണ്ട്, ഒച്ചുണ്ട്, കാക്കയുണ്ട്, അതുപോലെ തന്നെ തുമ്പിയൊക്കെ ഉണ്ട് അല്ലേ. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തെല്ലാമാണെന്ന് ആഹാരമാക്കുന്നത്? അപ്പം ഈ പുൽച്ചാടിന് തവളയാണ് ആഹാരമാക്കുന്നത്. തവളേനെ പാമ്പ് ആഹാരമാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ആഹാരത്തിനായി എന്ത് ചെയ്യുന്നു? ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ആഹാരത്തിനായി പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്നറിയപ്പെടുന്നത്. അടുത്ത് നോക്കൂ, ആഹാര ശൃംഖലയിലെ കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും ചില ആഹാര ബന്ധങ്ങളുണ്ട്. ഓക്കെ, കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖല ജാലം ചിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ സ്രാവ് തിന്നുന്നത് കണവ, മീനുകൾ, കടലാമേനെയൊക്കെ എന്ത് ചെയ്യുന്നു? തിന്നുന്നുണ്ട്. സ്രാവ്, കടവ, മീനുകൾ, കടലാമ എന്നിവനെയൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ മത്തി എന്ത് ചെയ്യുന്നു? ചെറുമീനും പ്ലവകങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കടലാമ എന്ന് പറയുന്ന സസ്യഭാഗങ്ങൾ, അതുപോലെ തന്നെ ചെറിയ മീനുകൾ കഴിക്കുന്നുണ്ട്. ചെറുമീൻ പ്ലവകങ്ങളാണ് കഴിക്കുന്നത്. ജലാശയങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജലാശയങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണ്? അത് പ്ലവകങ്ങൾ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ച് വിട്ട് കളയാം. അതായത് നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച് ജീവികളെ ഉൾപ്പെടുത്തി ആഹാര ശൃംഖല ജാലം ശാസ്ത്ര പുസ്തകങ്ങൾ ചിത്രീകരിക്കൂ. അതായത് നമ്മളിപ്പം നമ്മുടെ ചുറ്റും ഓരോ ആഹാര ശൃംഖല ജാലങ്ങൾ ഉണ്ടാവും, അത് ചിത്രീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഹാര ശൃംഖല ജാല കുളത്തിലൊക്കെ എന്തെല്ലാം ഉണ്ട്? മീനുണ്ട്, ഞണ്ടുണ്ട്, കൊക്കുണ്ട്, തുമ്പിയുണ്ട്, അതുപോലെ തന്നെ താറാവ്, ആമ, പിന്നെന്താ ഒച്ച്, അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ആവാസം എന്താണെന്ന് നോക്കാം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ എന്നറിയപ്പെടുന്നത്. അപ്പം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു ചില ജീവികളും ഇവിടെ ആവാസമായിട്ട് വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏതെല്ലാം ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് വൈവിധ്യമാണ് ഉദ്യാനം എന്നൊക്കെ പറയുന്നത്? നമുക്ക് ഉദ്യാനങ്ങളിൽ എന്തെല്ലാം ഉണ്ട്? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഉദ്യാനത്തിൽ എന്തെല്ലാം കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുണ്ട് അല്ലേ. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പോൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ഏതൊക്കെയാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടൽക്കാട്, പുൽമേടുണ്ട്, പിന്നെ മരുഭൂമിയുണ്ട്, ഇപ്പോൾ മഞ്ഞിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്, മഞ്ഞിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഓക്കെ, ഇനി ആഹാര കാരണം എന്താണെന്ന് നോക്കാം. ജീവി എന്ന് പറയുന്നത് കാക്കയാണ് അല്ലേ. കാക്ക, ഇവിടെ നോക്കൂ, കാക്ക ആഹാരം ചെറുജീവികളുണ്ട്. പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതശിഷ്ടങ്ങൾ എന്നിവയൊക്കെ എന്താണ്? കാക്ക ആഹാരമാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ജീവി ആടാണ്. ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ എന്താണ്? ഈ ആട് ആഹാരമാക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു വായിച്ച് വെക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്ക്, ഇവിടെ പുല്ല് ഇത് ആര് തിന്നുന്നുണ്ട്? മാനും തിന്നുന്നുണ്ട്, അതുപോലെ തന്നെ എരുമയും തിന്നുന്നുണ്ട്. പിന്നെ അത് പുൽച്ചാടിയും തിന്നുന്നുണ്ട്. എരുമേനെ കടുവ തിന്നും, മാനിനെയും കടുവ തിന്നും. പുൽച്ചാടീനെ കോഴി തിന്നും, കോഴീനെ കുറുക്കൻ തിന്നും, കുറുക്കനെ എന്ത് ചെയ്യും? കടുവ തിന്നും. അങ്ങനെയാണ് ഇവിടെ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ വരുന്ന സംഭവങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്ന് പറയുന്നത് നോക്കാം.
ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ഒരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ഒരു ജീവിയാണ് കടുവ. ആ ആവാസവ്യവസ്ഥയിൽ ആഹാരികളുടെയും സസ്യാഹാരികളെയും മാംസ്യാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾക്ക് അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നതിന് വഴി വലിയൊരു ആവാസവ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. ഇതിൽ നമുക്ക് ഡേറ്റ് ഒന്നും ആയിട്ട് കൊടുത്തിട്ടില്ല. കടുവ സംരക്ഷണത്തെക്കുറിച്ച് സാധാരണയൊക്കെ പറയുന്നുണ്ട്, ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത അധിനിവേശക്കാർ എന്താണെന്ന് നോക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഴി ആഹാരമാക്കുന്നത്. ഇവ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങൾ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലത്തെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ഒരു ആവാസവ്യവസ്ഥ എന്ത് ചെയ്യും? നശിപ്പിക്കുകയാണ് ഈ ഒരു ആഫ്രിക്കൻ മുഷി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇതൊക്കെ എന്താണ്? ഒരു കുട്ടികൾ ചെയ്യേണ്ട 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെയ്യാനുള്ള ചില വർക്കുകളാണ് അതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷ്യശൃംഖല, ആഹാര ബന്ധമൊക്കെ എന്തൊക്കെയാണെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്നറിയപ്പെടുന്നത്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് എന്തെന്നറിയപ്പെടുന്നത്? ആഹാര ശൃംഖല ജാലം അഥവാ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നറിയപ്പെടുന്നത്. അപ്പം ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് അഥവാ ഫുഡ് ചെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആഹാര നിർമ്മാണ സസ്യങ്ങളിൽ നോക്കാം. ഇതിലിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. എന്താണ് ഹരിതകം? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടാകുന്നു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായി ഏത് ഭാഗം വഴിയാണ്? ഇലകൾ വഴിയാണ് അല്ലേ? ഇലകൾ വഴിയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. അപ്പം പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിലെ ഇല ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇലകളുടെ ക്രമീകരണം, ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, അതുപോലെ തന്നെ സപ്പള വിന്യാസമൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണമാണ് മാവ്, അതുപോലെ തന്നെ ചെമ്പരത്തി പോലുള്ളവ. ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? മാവ്, ചെമ്പരത്തി. എതിർവിന്യാസത്തിനാണ് തെച്ചി, തുളസി പോലുള്ളവ. അതുപോലെ തന്നെ സർപ്പള വിന്യാസത്തിനാണ് അരളി, ഏലംപാല മുതലായവ. ഓക്കെ, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹരിതകം എന്നറിയപ്പെടുന്ന ഹരിതകം. അടുത്ത നമ്മൾ ഇതിൽ നോക്കൂ, നിറം, വർണ്ണകം. അതായത് ഇലകളിൽ കാണപ്പെടുന്ന നിറവ്യത്യാസം ഉണ്ടല്ലോ, അതിന് സഹായിക്കുന്ന വർണ്ണകങ്ങളാണ് താഴെപ്പെടുത്തിയിരിക്കുന്നത്. ചുവപ്പ് ആന്തോസയാനിൻ. ചുവപ്പ് ആന്തോസയാനിൻ. അതുപോലെ തന്നെ ഓറഞ്ച് കരോട്ടിനാണ്. ഓറഞ്ച് എന്തിനാണ് കൊടുത്തേക്കുന്നത്? കരോട്ടിനാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞ സാന്തോഫിൽ. പല പ്രാവശ്യമായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഉള്ളത്. വാതക വിനിമയം നടക്കുമ്പോൾ അല്ലല്ലോ. അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? നൈട്രജനാണ്. 2 ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? 1 നൈട്രജൻ, 2 ഓക്സിജനാണ്. പിന്നെ മറ്റുള്ളത് ആർഗൺ 3ാമത്തെ സ്ഥാനം, മറ്റുള്ളവ 4ാം സ്ഥാനം. 5ാം സ്ഥാനം വരുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ് 5ാം സ്ഥാനം വരുന്നത്. അടുത്തൊരു പാരഗ്രാഫ് നോക്കൂ. സസ്യങ്ങളിലും ശ്വസനം നടക്കാറുണ്ട്. എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങൾ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. എപ്പോഴാണ്? പകൽ സമയത്താണ് ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്താറുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നുള്ളത് ഇവയിലൂടെ
ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിന് ഇലകളിൽ പ്രത്യേക ഭാഗം ഉണ്ട്. എന്താണ്? സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ആസ്യരന്ധ്രം അല്ലേ? സ്റ്റൊമാറ്റ ലെവൽ ആസ്യരന്ധ്രം അഥവാ സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സൊമാറ്റ അല്ല, സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴിയാണ് അന്തരീക്ഷത്തിൽ വായു എന്ത് ചെയ്യുന്നത്? അതിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത് നമ്മൾ കുറച്ച് ആതിഥേയരും അതിഥികളും നമുക്ക് പഠിക്കാം. ഇവിടെ എന്താണ്? ഞാൻ മാവാണി, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. എന്നാൽ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. എവിടെയാണ്? മരവാഴ. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യണം? ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഞാൻ ഇത്തിൽക്കണ്ണി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഏതിൽ നിന്ന് വലിച്ചെടുക്കുന്നു? ആ മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ യൂറ്റിയാണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറയുമല്ലേ. സസ്യങ്ങൾ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് നമ്മളൊരാളെ പറ്റി ജീവിക്കുന്നു അല്ലെങ്കിൽ യൂറ്റി ജീവിക്കുന്നു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇത്തിൽക്കണ്ണി എന്ന വാക്കല്ലേ. അപ്പോൾ ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെറുചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അവൻ പൂർണ്ണമായിട്ടും മറ്റൊരാളെ ആശ്രയിച്ചാണ് ഈ മൂടില്ലാത്ത ആളി ജീവിക്കുന്നത്. ഏതാണ്? മൂടില്ലാത്ത ആളി. മൂടില്ലാത്ത ആളി എന്താണ്? പൂർണ്ണപരാധമാണ്. പൂർണ്ണപരാധം അല്ലേ? അർദ്ധപരാധമാണ് അതായത് ഇത്തിൽക്കണ്ണി എന്നറിയപ്പെടുന്നത്. അർദ്ധപരാധമാണ് ഇത്തിൽക്കണ്ണി എന്നറിയപ്പെടുന്നത്. അപ്പം നോക്കാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. എപ്പിഫൈറ്റുകൾ അതായത് നമ്മുടെ മരവാഴ എന്തെന്നറിയപ്പെടുന്നു? എപ്പിഫൈറ്റ് എന്നറിയപ്പെടുന്നു. മരവാഴ എന്തെന്നറിയപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. മരവാഴ എന്തെന്നറിയപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ഈ ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലേ, ഒന്നും ഉണ്ടാകുന്നില്ല. അടുത്ത, ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. ഇത്തിൽക്കണ്ണി എന്താണ്? അർദ്ധപരാതങ്ങൾ. സെമി പാരസൈറ്റസ് എന്നറിയപ്പെടുന്നു അല്ലേ? അർദ്ധപരാതങ്ങൾ എന്നറിയപ്പെടുന്നു. അടുത്ത്, ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുള്ളവയാണ്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. പൂർണ്ണപരാഗത്തിന് ഉദാഹരണം എന്താണ്? മൂടില്ലാത്താളിയാണ്. പൂർണ്ണപരാഗത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. ഓക്കെ, അപ്പോൾ ഇത്രയും അതാണ് ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഓക്സിജൻ ശ്വസനമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഒരു കുഞ്ഞു പുസ്തകം ഡിസ്കസ് ചെയ്യുന്നതാണ് അത്രയും ഒരു ഭാഗമെന്ന് അറിയപ്പെടുന്നത്.